അല്ല, അദ്ദേഹം ആ കാര്യം ഞങ്ങൾ വിട്ടല്ലോ. ഇപ്പം അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നടപടി വേണോ വേണ്ടോ എന്നുള്ള ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. അദ്ദേഹം നിലപാട് തിരുത്താത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിലും അദ്ദേഹത്തിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല. അദ്ദേഹം ബഹിഷ്കരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ എന്തിനാണ് ബഹിഷ്കരിക്കുന്നത്? അതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചിട്ടുണ്ട്. അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതിൻ്റെ വർക്ക് ഞങ്ങൾ നടത്തും. അത് സുതാര്യമാണ്. ഒരു പൈസ പോലും യൂത്ത് കോൺഗ്രസോ ആ കിട്ടിയ പണം ഞങ്ങൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല. അല്ല, അതിൽ വ്യക്തത വരുത്താനൊന്നുമില്ല. ഫണ്ട് പിരിച്ചതിൻ്റെ കണക്ക് അവരുടെ കയ്യിലുണ്ട്. വർക്ക് തുടങ്ങുന്ന ഉടനെ അവരുടെ കൂടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ട് അവിടെ കെട്ടിടം വരും. അക്കാര്യത്തിൽ വലിയ സംശയമില്ല. ഏതായാലും സ്ഥലം കിട്ടിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കും. അത് എന്ത് ആപ്പ് ആര് പണിതാലും അത് ഞങ്ങൾ നടത്തിയിരിക്കും. അത് അതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി കർശനമായിട്ടുള്ള നിലപാടെടുക്കും.